അസ്സലാമു അലൈക്കും. ഈ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പാളായ മൊയ്തീൻ കോയ മദീൻ സാഹിബ് അവരുടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. 1977 യുഗപുരുഷനായ മർഹൂം ചെങ്ങരായി മുഹമ്മദ് അലി മൗലവിയും പ്രമുഖനായ കൊല്ലറമ്പൻ മുഹമ്മദ് സാഹിബും കൂടി മുഹമ്മദ് അലി മൗലവിയുടെ മകളെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുന്നതിന് അവരെയും കൂട്ടി തലസ്ഥാന നഗരിയിലേക്കൊരു യാത്രയിലാണ്. സംസാരത്തിനിടയിൽ യാത്രയിലെ നമസ്കാരരൂപം ചർച്ചയാവുന്നു. എങ്ങനെയാണത് എന്ന് മുഹമ്മദ് സാഹിബിൻ്റെ അന്വേഷണം. ചർച്ചക്കൊടുവിൽ അടുത്ത തലമുറക്കെങ്കിലും അത്തരം മതവിധികൾ നൽകണമെന്ന ആത്മാർത്ഥമായ ഉറച്ച തീരുമാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ന് ഗോൾഡൻ ജൂബിലിയുടെ നിറവിലുള്ള ചുങ്കത്തറ നജാത്തുൽ അനാം. 1977 ജൂൺ മാസം ഏതാനും കുട്ടികളുമായി സ്ഥാപനം പ്രവിയെടുത്തു. നീണ്ട 46 വർഷക്കാലം വെക്കേഷൻ ക്ലാസ്സായി തുടങ്ങിയ പ്രസ്തുത അഫ്ദൽ ഉലമ പ്രിലിമിനറി പ്രീ എൻട്രൻസ് ക്ലാസ് നൂറുകണക്കിന് ആളുകൾക്ക് പ്രകാശം നൽകി കഴിഞ്ഞ കൊറോണ കാലം വരെ തുടർന്നു പോന്നു. ആരംഭകാലം മുതലേ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച പണമില്ലാത്തതിനാൽ പഠിക്കാതിരിക്കേണ്ട എന്ന സത്യം വിദ്യ അഭ്യസിക്കാൻ സാമ്പത്തികാവസ്ഥ തടസ്സമായ ആയിരങ്ങളാണ് അതിൻ്റെ ഫലം നുകർന്നുകൊണ്ടിരിക്കുന്നതും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്സൽ ഉലമയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA അറബിക്കും ലഭ്യമാവുന്ന രീതിയിൽ അറബിക് കോളേജിന് പുറമെ ഇന്ന് ഈ സ്ഥാപനത്തിൽ അൽമനാർ ഖുർആനിക് പ്രീ സ്കൂൾ, ഖുർആൻ ഹദീസ് ഫിഖ് തുടങ്ങി നജാത്തുൽ അനാം സ്ഥാപനം പ്രത്യേകമായി തയ്യാറാക്കിയ സിലബസോടെയുള്ള ഇസ്ലാമിക് ഹയർ സെക്കൻഡറി, KN സിലബസോട് കൂടിയ മദ്രസ പഠനം, ട്രെയിനിങ് ലഭിച്ച മദ്രസ ടീച്ചേഴ്സിനെ തയ്യാറാക്കുന്നതിനായി KNM കീഴിലുള്ള ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ കോഴ്സ്, ട്രെയിനേഴ്സിന് വിഷയങ്ങളിൽ കൂടി അവഗാഹം നൽകുക എന്ന സദ്ദേശത്തോടെ ലുഗത്ത്, ഹദീസ്, ഫിഖ്, അക്കീദ വിഷയങ്ങൾ കൂടി ചേർത്ത് പ്രത്യേകം തയ്യാറാക്കിയ സിലബസോടെ പ്രസ്തുത കോഴ്സ് തുടങ്ങിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അച്ചടക്കത്തോടെയുള്ള ഹോസ്റ്റലുകൾ, ഹജ്ജ്, ഉംറ ക്ലാസുകൾ പോലത്തെ ജനോപകാരപ്രദമായ മറ്റു കാര്യങ്ങളും നടന്നു വരുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി ധാരാളം കുട്ടികളും മുതിർന്നവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്താണല്ലോ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അതിനായി കുട്ടികളെ തയ്യാറാക്കുന്നതിന് ക്ലാസ് സമാജങ്ങളും ഹോസ്റ്റൽ സമാജങ്ങളും പ്രശസ്തരായ പ്രാസംഗികരുടെ പ്രസംഗം കേൾപ്പിക്കൽ തുടങ്ങിയ പ്രോഗ്രാമുകളും ഭംഗിയായി നടന്നു വരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മികത നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ആത്മസംസ്കരണ ക്ലാസുകൾ, ദിവസേന സുബഹി നമസ്കാര ശേഷം വിവിധ വിഷയങ്ങളിലുള്ള മതപഠന ക്ലാസുകൾ, സംഘടിത നമസ്കാര നിർവഹണം രൂപം, നിശ്ചിത സമയങ്ങളിൽ നിർബന്ധമായും മറ്റു പൊതുസമയങ്ങളിൽ പൊതുവെയുമുള്ള ഖുർആൻ പാരായണം, ഐച്ഛിക നോമ്പ് പരിശീലനം, കളൻ ഗൈഡൻസ് ക്ലാസുകളെല്ലാം ഭംഗിയായി നടന്നു വരുന്നു. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓരോ കുട്ടിയെയും വിലയിരുത്തിക്കൊണ്ടുള്ള വീക്കിലി സ്റ്റാഫ് മീറ്റിംഗ്, ക്ലാസ് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും, ആധുനികവും ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നിവയും നടന്നു വരുന്നു. കലാകായിക രംഗത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതിന് ഫുട്ബോൾ മാച്ചുകൾ പോലത്തെ കാര്യങ്ങളും കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. സാമൂഹിക ബോധം ഉണ്ടാക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും കൂട്ടുകാരന് വേണ്ടി പദ്ധതി നടപ്പാക്കുന്നു. പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസ്, ലഹരി നിർമ്മാർജ്ജന യജ്ഞം തുടങ്ങിയവ കുട്ടികളുടെ തന്നെ ഐഡിയകളാണ്. എല്ലാവരുടെയും അഭിരുചി ഒന്നായിരിക്കില്ലല്ലോ. കൃഷിയിൽ താല്പര്യമുള്ളവരെ പങ്കെടുപ്പിച്ച് പച്ചക്കറി, ചെടികൾ നടൽ, പരിസര ശുചീകരണം മുതലായവ നടക്കുന്നു. PSC, കേട്ടറ്റ്, സെറ്റ് പോലത്തെ ട്രെയിനിങ്ങുകളും, കമ്പ്യൂട്ടർ ലാബ്, ഔട്ട്ഡോർ ക്യാമ്പ്, സ്റ്റഡി ടൂർ, പ്രീ മെറിറ്റൽ കോഴ്സുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു. സ്ഥാപനത്തിന് എടുത്തു പറയാവുന്നൊരു പ്രത്യേകത കുട്ടികൾക്ക് ഫുൾ ഡേ ഫുൾ ടൈം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് നമ്മുടെ നജാത്തും മുക്തമല്ല. ഒരുപാട് കുട്ടികളുടെ ആശ്രയമായി ഈ സ്ഥാപനം നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗമായി
സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ദഅ്വാ സമ്മേളനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, പുതിയ കോഴ്സുകൾ, കെട്ടിടങ്ങൾ, സ്ഥലം കണ്ടെത്തലും വാങ്ങലും തുടങ്ങി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാനേജ്മെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. പ്രാർത്ഥനയോടെ, സഹായത്തോടെ കൂടെയുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു അലൈഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ഥാപനങ്ങളുടെ നാൾ വഴികളെ അക്ഷരത്തിലൂടെ ആലാപനം ചെയ്ത് അവതരിപ്പിച്ച ബഹുമാനായ വൈസ് പ്രിൻസിപ്പൽ കൂടിയായ മൊയ്തീൻ കോയ മദീനിക്കുള്ള സംഘാടക സമിതിയുടെ ഹൃദ്യമായ നന്ദിയെ പ്രാർത്ഥനയായി അറിയിക്കുകയാണ്.